ഹായ് ഫ്രണ്ട്സ്, നമ്മൾ എല്ലാ ആൾക്കാരും നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും നമ്മുടെ ബോഡിയിലാണെങ്കിലും അല്ലെങ്കിൽ ഫേസിലാണെങ്കിലും ഉണ്ടാവുന്ന ടാന്. അതിന് നല്ല രീതിയിൽ എക്സ്പെൻസ് ഒക്കെ കൊടുത്തിട്ട് സാധനങ്ങൾ മേടിക്കാൻ എപ്പോഴും മടിയുള്ള അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ഒക്കെ മേടിക്കാൻ എപ്പോഴും മടിയുള്ള കൂട്ടരായിരിക്കും നമ്മൾ. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മൾ എല്ലാ ആൾക്കാരും ഒരിക്കലെങ്കിലും ഫേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരിക്കും ബോഡിയിൽ അല്ലെങ്കിൽ ഫേസിലൊക്കെ വരുന്ന ടാൻ എന്ന് പറയുന്നത്. അതായത് UV റേസ് ഓവറായിട്ട് നമ്മുടെ സ്കിന്നിൽ എഫക്റ്റ് ചെയ്യുമ്പോൾ മെലാനിൻ ഇൻക്രീസ് ആവും. ആ സമയത്ത് നമുക്ക് എന്താവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിന്നിൽ നല്ല രീതിയിൽ ടാൻ ആവും, അതുപോലെ സൺ ടാൻ അല്ലെങ്കിൽ സൺബേൺ ഒക്കെ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ വരുന്ന പല ആൾക്കാരും ഒരു നല്ല രീതിയിൽ ഒരു എക്സ്പെൻസ് ഒക്കെ മുടക്കിയിട്ട് പ്രൊഡക്ട്സ് ഒക്കെ മേടിക്കാൻ ഇഷ്ടപ്പെടാത്തവരായിരിക്കും. കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എന്താണെന്ന്. ഇല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഇത് മുൾത്താണി മിട്ടിയാണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ മുൾത്താണി മിട്ടി വേണമെങ്കിലും ട്രൈ ചെയ്യാം. ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് വെക്കാറുള്ള ഒരു പ്രൊഡക്റ്റും കൂടെയാണ്. കാരണം എനിക്ക് പെട്ടെന്ന് സ്കിന്നിൽ ടാന് വരാറുണ്ട്. നമ്മളിനി എത്ര സൺസ്ക്രീൻ യൂസ് ചെയ്താണെങ്കിലും നമുക്കൊരു പരിധി വരെയാണ് സണ്ണിൻ്റെ ടാനൊക്കെ നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇത് ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ സ്റ്റോക്ക് വെക്കുന്നതാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് സജനാസ് ഹെർബൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുൾട്ടാണി മിട്ടിയാണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് ഓഫ് പ്രൊഡക്റ്റും ബഞ്ചാറാസിൻ്റെ ഒക്കെ ട്രൈ ചെയ്യാം, ഒക്കെ ഓക്കെയാണ്. നമ്മൾ മുൾട്ടാണി മിട്ടി ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഫേസിൽ എനിക്ക് സ്കിന്നിൽ ടാൻ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ അപ്ലൈ ചെയ്യാറെന്ന് കാണിച്ചു തരാം. മാത്രമല്ല, എന്നെ പേഴ്സണലി അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, അല്ലെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ നല്ല രീതിയിൽ അറിയാം മുൾട്ടാണി മിട്ടി എനിക്ക് എത്രത്തോളം എഫക്റ്റീവാണ്, അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം അത് യൂസ് ചെയ്യാറുണ്ടെന്ന്. അപ്പം നിങ്ങൾക്കും കൂടെ ഞാൻ അതൊന്ന് ഷെയർ ചെയ്ത് തരാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ എടുത്തത് ടൊമാറ്റോ പ്യൂരിയാണ്. ഒരു ടൊമാറ്റോ എടുത്തിട്ട് കുരു കളയാണ്ട് ഞാൻ അടിച്ചെടുത്തതാണ്. ചില ആൾക്കാർക്ക് കുരു അലർജി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ കുരു ഇല്ലാണ്ട് സെപ്പറേറ്റ് എടുക്കേണ്ടത് ഓക്കെയാണ് കേട്ടോ. അതിലോട്ട് ഞാൻ മുൾത്താണി മിട്ടി ഒന്ന് ആഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തുള്ളൂ, കാരണം ഞാനിപ്പോൾ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്ത് കാണിച്ചു തരാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ഞാൻ ഫേസിൽ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, എൻ്റെ വേറെ ഫേസാണേ. അപ്പം നല്ല രീതിയിൽ ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസിൽ കംപ്ലീറ്റ്ലി ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് ജസ്റ്റ് ഒന്ന് വെറ്റാക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നല്ല ഡ്രൈയിങ് ആയിട്ടുള്ളൊരു സംഭവം ആയതുകൊണ്ട് ചെറിയൊരു മോയ്സ്ചർ കണ്ടന്റ് എപ്പോഴും വേണം. അപ്പോഴാണ് നമ്മുടെ സ്കിന്നിലോട്ട് ഈ ഒരു പ്രൊഡക്റ്റ് അബ്സോർബ് ആവുള്ളൂ. അപ്പോൾ ഞാൻ ഫേസ് ഒന്ന് ജസ്റ്റ് വാട്ടർ വെച്ചിട്ട് ഡാബ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസിലോട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് പെയിൻറ്റിങ്ങിൻ്റെ ബ്രഷ് ആണെങ്കിൽ ഇത് പെയിൻറ്റ് ഞാൻ യൂസ് ചെയ്യാറില്ല, ഞാൻ പാക്ക് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാട്ടോ. കൈ കൊണ്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് ഞാൻ ഫേസ് കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ ചോദിക്കുന്ന ആൾക്കാരോട് നല്ല രീതിയിൽ സ്കിന്ന് ടൈറ്റൺ ആവാനും, അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഫീഡ് ചെയ്യാനും, ടാന് നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഇത് അപ്ലൈ ചെയ്തിട്ട് സംസാരിക്കരുത്, കാരണം സ്കിന്നിൽ റിങ്കിൾസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഓൾറെഡി കുളിച്ചതുകൊണ്ടാണ് നെക്കിലോട്ടൊന്നും അപ്ലൈ ചെയ്യാത്തത്, ഫേസിൽ മാത്രം ഇട്ട് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം ഒരു 20 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡെഫിനറ്റ് ആയിട്ടും ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഡ്രൈ ആയിട്ട് വാഷ് ചെയ്തതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. കാരണം ഇത് കുറച്ച് ഡ്രൈയിങ് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ എന്തായാലും നിങ്ങളൊരു നല്ല മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു ഡേയിൽ വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെഫിനറ്റ്ലി ആ ഒരു റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി എന്ത് പ്രൊഡക്റ്റ് ഫേസിലായിക്കോട്ടെ സ്കിന്നിലായിക്കോട്ടെ എവിടെ അപ്ലൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും പറയാം കേട്ടോ.